നമ്മളിന്ന് ഓക്സിജൻ സെൻസർ നമ്മുടെ മെഷീനുകൾക്കൊക്കെ ഓക്സിജൻ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്സിജൻ സെൻസറിൻ്റെ ചാർജ് തീർന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പോൾ പുതിയ ഓക്സിജൻ സെൻസർ ഇട്ടാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു മെഷീനല്ല, ഇത്രയുടെ മെഷീൻ മാത്രമല്ല, എല്ലാം നെറ്റിലോ മാർസ് അങ്ങനെ ഏത് കമ്പനി മെഷീൻ്റെ ആണെങ്കിലും ഈ ഓക്സിജൻ സെൻസർ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം സെൻസർ തന്നെയാണ്. ഇതേപോലത്തെ സെൻസർ ആയിരിക്കും ഓക്സിജൻ സെൻസർ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെൻസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പുതിയ സെൻസർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ എന്തൊക്കെ ഇഷ്യൂ കൊണ്ട് അത് വർക്ക് ചെയ്യാതിരിക്കാം, പിന്നെ എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്, ഒരു ഓക്സിജൻ സെൻസർ പോയോ ഇല്ലയോ നമുക്ക് എങ്ങനെ ഒരു മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം, അതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഓക്സിജൻ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പുതിയ സെൻസർ ഇട്ടിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ അറ്റത്തുള്ള ടിപ്പാണ്. ഈ ടിപ്പൊക്കെ ചിലപ്പോൾ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടിപ്പ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടിപ്പ് ഊരിയെടുക്കുക. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ടിപ്പ്. ഊരണമെന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ചെറിയ ഇതുപോലത്തെ അലൈൻകീ വാങ്ങിക്കാൻ കിട്ടും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന്. ഇതുകൊണ്ട് വാങ്ങി ചിലപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ ഈ ഹോൾ അടഞ്ഞിരിക്കും. ഈ മുകളിലുള്ള ഈ സ്ക്രൂൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ഹോൾ അടഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇതിട്ടിട്ട് ഇത് ലൂസാക്കി എടുക്കുമ്പോൾ താഴെ ഹോൾ ഇവിടെ നോക്കി അപ്പുറം കാണാൻ പറ്റണം. പിന്നെ ഈ ടിപ്പ് മുകളിലേക്ക് അധികം കയറാൻ പാടില്ലത് ഇങ്ങനെ ഇരിക്കണം ഈ അറ്റം. എന്നിട്ട് ഈ അറ്റം ഉണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ എല്ലാവരും അവരുടെ മെഷീൻ നോക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇവിടെ അടയ്ക്കണം. അതിൽ അഴുക്ക് കയറി മെഷീൻ പെട്ടെന്ന് ബ്ലോക്ക് ആവും. ഇത് ഓപ്പൺ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഈ പുറകുവശം അഴിച്ച് എയർ സ്മൂത്തായിട്ട് എയർ പോകുന്നുണ്ടോ നോക്കണം. ഓക്സിജൻ റീഡാവാതെ വരുന്നത് LFF അങ്ങനെയുള്ള പല എണ്ണം ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. ഇനിയിപ്പോൾ ഇത് സെപ്പറേറ്റ് മെഷീനാണ്. ഈ സെപ്പറേറ്റ് മെഷീൻ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒറ്റുവിൻ്റെ കംപ്ലയിൻറ്റ് നോക്കുന്നത്. ഇത് ചുറ്റുമുള്ള സ്ക്രൂ അഴിക്കുക. ഇതിൻ്റെ പുറകിലുണ്ടാവും 2-3 സ്ക്രൂ, അതും അഴിക്കുക. അഴിച്ചിട്ട് മെഷീൻ്റെ ഉൾവശം എടുക്കുകയാണ്. ഉൾവശത്ത് ഇവിടെ 2 ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഫിൽറ്ററൊക്കെ അഴുക്കായിരിക്കും. അഴുക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റുക. ഇത് TVSൻ്റെ ഫിൽറ്ററാണ് ഉപയോഗിച്ചാണ്. TVSൻ്റെ ഫിൽറ്റർ 2 ഫിൽറ്റർ ഉണ്ടാവും. ഈ ഫിൽറ്ററൊക്കെ മാറ്റുക. ഇതാണ് ഓക്സിജൻ സെൻസർ. ഓക്സിജൻ സെൻസറിൽ ഈ ചുവപ്പ് സെൻസർ വഴി ഉണ്ടാവും. അപ്പോൾ ഏത് കമ്പനിയിലാണെങ്കിലും ഓക്സിജൻ സെൻസർ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ചില കമ്പനീൻ്റെ ഒക്കെ വെള്ള കളറായിരിക്കും. വെള്ള കളറാണെങ്കിലും റെഡ് കളറാണെങ്കിലും ഇതുപോലെ തന്നെ പർപ്പസ് എല്ലാം സെയിമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട്. ഈ പൈപ്പ് എപ്പോഴും എയർ ഫ്രീ ആയിരിക്കണം. അതായത് ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഇതിൽ കൂടെ ഊതി നോക്കുക. അല്ലെങ്കിൽ ഈർക്കിലെന്തെങ്കിലും കുത്തി നോക്കിയാലൊക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാവണം. ഒട്ടും ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല ഈ ഔട്ട്ലെറ്റ്. അപ്പോൾ അത് ഏത് കമ്പനി മെഷീനാണെങ്കിലും നോക്കേണ്ടതാണ്. ഈ ഓക്സിജൻ സെൻസറിൽ നിന്ന് പോകുന്ന ഔട്ട് എപ്പോഴും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. എയർ പാസിങ് ഉണ്ടാവണം. ബ്ലോക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ സെൻസറിൻ്റെ വയർ കുത്തുന്ന എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ഇതിൻ്റെ ഈ പരന്ന വശം, ഇതിൻ്റെ ഈ ഒരു വശത്ത് ചെറിയ സ്ക്വയർ പോലെ കട്ടിങ് ഉണ്ട്. ഇതിൻ്റെ ഒരു വശം ഫുൾ പ്ലെയിനാണിത്, ഒരു കട്ടിങ്ങും ഇല്ലാത്ത പ്ലെയിൻ. ഈ കട്ടിങ് ഇല്ലാത്ത ഈ പ്ലെയിനാണ് പുറത്തേക്ക് നിൽക്കേണ്ടത്. ഇപ്പം ഇത് സെൻസറാണെങ്കിൽ സെൻസറിൻ്റെ പുറകിലൊരു വെട്ടുപാടുണ്ട്, ചെറിയ സ്ക്വയർ പോലെ. ആ സ്ക്വയറിൻ്റെ അവിടെ നിൽക്കേണ്ടത് ഇതിൻ്റെയും സ്ക്വയറുള്ള ഒരു കട്ടിങ്ങുള്ള ഭാഗമാണ്. ഇത് രണ്ടും മാച്ചാണ് വിധത്തിൽ. അതായത് ഈ പരന്ന വശം പുറത്തേക്ക് നിൽക്കണം. ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പരന്ന വശത്തിൻ്റെ ഈ വശം. ഓക്കെ, അത് ഊരി മാറ്റി. ഇനി ഇതുപോലെ ഒരു മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്ററിൽ 2000 മില്ലി വോൾട്ട് എന്നുള്ള ഇതുണ്ട്, മില്ലി വോൾട്ട് DC. അപ്പം ഈ മൾട്ടിമീറ്റർ എടുക്കുക. ഈ മൾട്ടിമീറ്ററിൽ 2000 മില്ലി വോൾട്ട് എന്നുള്ളത് ഈ സ്ഥലത്താണ്. ഇതിലൊരു ആരോ മാർക്ക് പോലെ ഉണ്ടാവും മൾട്ടിമീറ്ററിൻ്റെ ഈ അറ്റത്ത്. അത് 2000 മില്ലി വോൾട്ടിലേക്ക് ഇടുക.
പല മൾട്ടിമീറ്ററിലും പല സ്ഥലത്തായിരിക്കും. ചിലതിൽ 2000 ഉണ്ടാവില്ല. 2000 ഇല്ലെങ്കിൽ 200 മില്ലി വോൾട്ട് എന്നുള്ളത് ഇടുക. ഇതിലിപ്പോൾ 2000 ഉള്ളതുകൊണ്ട് 2000ത്തിലേക്ക് ഇട്ടു. ഇതുപോലെ 2 പ്രോബുണ്ട്. ഇപ്പോൾ നമ്മുടെ സെൻസർ, ഇപ്പോൾ ഈ സെൻസറാണെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇതിന് 3 കാലായിരിക്കും മുകളിലുണ്ടാവുക. അതിന് നടുക്കത്തെ പിന്നേൽ ബ്ലാക്ക് വെക്കുക. നടുക്കത്തെ പിന്നേൽ ബ്ലാക്ക് വെച്ചതിന് ശേഷം ലാസ്റ്റ് പിന്നേൽ നോക്കുക. ലാസ്റ്റ് പിന്നേൽ 0 വോൾട്ടാണ്. ഇനി അത് ആദ്യത്തെ പിന്നേൽ നോക്കുക. അപ്പോൾ ഇത് നടുക്കാണ് ഇരിക്കുന്നത്, അതായത് ഈ ബ്ലാക്ക് നടുക്കാണ്. റെഡ് എടുത്ത് ഫസ്റ്റ് പിന്നെ വെക്കുക. അപ്പോൾ ഫസ്റ്റ് പിന്നേൽ എത്ര വോൾട്ട് കാണിക്കുന്നു നോക്കുക. അപ്പോൾ ഇതിൽ 8 ഉണ്ട്, 008 കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നിൽ 0 ആണ് കാണിക്കുന്നത്. അപ്പം മിനിമം നമുക്ക് 09 എങ്കിലും വേണം. 9 മിനിമം 009 ഉണ്ടെങ്കിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ സെൻസർ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വേറൊരു സെൻസറിൽ നോക്കാം. ഈ സെൻസറിൻ്റെ നടുക്കുള്ള പിന്നിൽ വെച്ചു. ലാസ്റ്റ് പിന്നിൽ നോക്കി. ഇവിടെ 11 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം ഫസ്റ്റ് പിന്നേൽ 0 ആണ്. അപ്പോൾ നടുക്കത്തെ പിന്നേൽ ബ്ലാക്ക് വെച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് പിന്നെ നോക്കുക. ഫസ്റ്റ് പിന്നേൽ ഒന്നല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 11 വോൾട്ട് വരുന്നുണ്ടോ നോക്കുക. 0.011 അതിൽ കിട്ടുന്നില്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ നോക്കുക. നടുക്ക് തന്നെയാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ 12 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ O2 നല്ലതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ O2 കറക്റ്റാണ്, നല്ലതാണ്. പക്ഷേ മെഷീനിൽ O2 കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിലുള്ള പൈപ്പുകളോ അല്ലെങ്കിൽ പമ്പ് അല്ലെങ്കിൽ പുറത്തുള്ള ഈ പ്രോബ് ഇതെല്ലാം അഴുക്കായിട്ട് ബ്ലോക്കായിരിക്കുന്നതുകൊണ്ടാണ് ഈ O2 സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഓരോ സ്റ്റേജായിട്ട് നോക്കേണ്ടി വരും. ആദ്യം ഈ ഫിൽറ്റർ എടുത്ത് ഇതിൻ്റെ പുറകുവശത്ത് നിന്ന് ഊരിയിട്ട് നമ്മൾ എയർ വരുന്നുണ്ടോ നോക്കുക. ഇത് ഓക്കെയാണ്. അതിനുശേഷം ഇതിൻ്റെ പുറകിൽ നീല പൈപ്പ് പിടിച്ചിട്ട് നീല പൈപ്പ് എടുത്തിട്ട് ഊരി നോക്കുക, അത് ക്ലിയർ ആണോ നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫിൽറ്റർ ഉണ്ടാവും, അത് ക്ലീൻ ചെയ്യുക. അത് മാറ്റാനുള്ളതാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അതിനുശേഷം ഈ മെഷീൻ്റെ പുറകിലുള്ള ഫിൽറ്ററുകൾ, ഇപ്പോൾ ഈ മെഷീൻ്റെ കേസിലാണെങ്കിൽ 2 ഫിൽറ്ററുണ്ട്. അപ്പോൾ ഈ 2 ഫിൽറ്ററും ഊരിയിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ നമ്മൾ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് LFF വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത്. ആ വീഡിയോ നോക്കുക. ആ വീഡിയോയിൽ ഫിൽറ്റർ പുറകുള്ള ഫിൽറ്റർ എങ്ങനെ ഊരാമെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക. ഈ മെയിൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്ററുകളൊക്കെ മാറ്റുക. ബാക്കി ബ്ലോക്കുകളെല്ലാം ഇതുപോലെ ഔട്ട്ലെറ്റ് നോക്കുക. ഓക്കെ. ഇനിയിപ്പം ഈ സെൻസർ ചെക്ക് ചെയ്തു, പൈപ്പുകളെല്ലാം ചെക്ക് ചെയ്തു, ഫിൽറ്ററെല്ലാം മാറ്റി, എന്നിട്ടും കറക്റ്റ് ആവുന്നില്ലെങ്കിൽ പിന്നെയുള്ളത് മെയിൻ സെൻസറാണ്. ഇപ്പോൾ മെയിൻ സെൻസറാണ് ബെഞ്ച്. ഈ ബെഞ്ചിൽ ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് വരും. ഇൻലെറ്റിൽ നിന്ന് ഇവിടെയാണ് ഓക്സിജൻ സെൻസറിൻ്റെ കണക്ഷൻ. ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് പമ്പിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഗോൾഡൻ പൈപ്പിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓക്സിജൻ വർക്ക് ചെയ്യത്തില്ല. പുതിയ ഓക്സിജൻ സെൻസർ വെച്ചാലും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ പൈപ്പ് ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും, ഈ ഗോൾഡൻ്റെ സാധനം, ഈ പൈപ്പ്. ഓക്കെ. അപ്പം ഈ ഓക്സിജൻ സെൻസറുകളോ അല്ലെങ്കിൽ ഇതുപോലെ മെയിൻ ബെഞ്ചുകൾ സർവീസ് ചെയ്യാനോ ഇതിൻ്റെ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. കാക്കനാട് ഐറിക്സ് ടെക്നോളജീസിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി. ഇപ്പോൾ ഏത് കമ്പനി സെൻസർ ആണെങ്കിലും നിങ്ങളുടെ NTR ബെഞ്ചുകൾ അതുപോലെ ഓക്സിജൻ സെൻസർ ഇതിൻ്റെ എല്ലാ സർവീസും ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക്സ്.